PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോപ്പറേറ്റീവ് ലോയിൽ നിന്നും ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 8 ആണ്. ചാപ്റ്റർ 8-ന് 2 പാർട്ടുകളുണ്ട്. പാർട്ട് എ ഓഡിറ്റ്, പാർട്ട് ബി ഇൻക്വയറി, ഇൻസ്പെക്ഷൻ, സസ്പെൻഷൻ, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സർചാർജ്. നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. പാർട്ട് എയുമായി ബന്ധപ്പെട്ട സെക്ഷൻസാണ് 63, 64. 2 സെക്ഷൻസ് പാർട്ട് എ ഓഡിറ്റിൽ വരുന്നുണ്ട്. പാർട്ട് എ ഓഡിറ്റുമായി ബന്ധപ്പെട്ട റൂളുകളാണ് 64, 65. അപ്പോൾ കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന പേരിൽ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ തീർച്ചയായും കാണണം. പാർട്ട് എ ഓഡിറ്റ്, 8ാമത്തെ ചാപ്റ്ററിൻ്റെ പാർട്ട് എ ഓഡിറ്റ്, അതിൽ 2 സെക്ഷൻസ് വരുന്നുണ്ട്, 63, 64. 2 റൂളുകൾ വരുന്നുണ്ട്, 64ഉം 65ഉം. സെക്ഷൻ 63 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് സെക്ഷൻ 63 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ഉത്തരം ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അല്ലെങ്കിൽ DCA കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 63. ഗവൺമെൻറ്റാണ് DCAനെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. 63(1) പറയുന്നു ഗവൺമെൻറ്റാണ് DCAനെ അപ്പോയിൻ്റ് ചെയ്യുന്നതെന്ന്. DCAയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ജൂരിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ആണ്. ക്വാളിഫിക്കേഷൻസ് ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നുണ്ട് സെക്ഷൻ 63(2). 63(3) DCAയുടെ പവേഴ്സ് ഡെലിഗേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നു. അങ്ങനെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ സെക്ഷൻ 63-ൽ പറയുന്നുണ്ട്. സെക്ഷൻ 64 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് സെക്ഷൻ 64 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ഉത്തരം സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, പവേഴ്സ് ഓഫ് ദ DCA ആൻഡ് പ്രൊസീജിയർ ഫോർ ഓഡിറ്റ്. ഓഡിറ്റിൻ്റെ സ്കോപ്പ് അല്ലെങ്കിൽ ഓഡിറ്റ് പ്രൊസീജിയർ, DCAയുടെ പവേഴ്സ്, ഇതൊക്കെ പറയുന്നത് സെക്ഷൻ 64-ലാണ്. DCAനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 63-ആണ്. എന്നാൽ DCAയുടെ പവേഴ്സ് പറയുന്നത് സെക്ഷൻ 64-ലാണ്. അപ്പോൾ പാർട്ട് എയിലെ 2 സെക്ഷൻസ് കഴിഞ്ഞു, 63, 64. അടുത്തത് പാർട്ട് ബി നോക്കാം. പാർട്ട് ബിയുടെ ഹെഡിങ് ഇൻക്വയറി, ഇൻസ്പെക്ഷൻ, സസ്പെൻഷൻ, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സർചാർജ്. 65 മുതൽ 68 വരെയുള്ള സെക്ഷൻസും റൂൾ 66-ഉം 66(a)യുമാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ചാപ്റ്റർ ഡാഷ് ഓഫ് KCS ആക്ട് 1969 ഡീൽസ് വിത്ത് ഇൻക്വയറി, ഇൻസ്പെക്ഷൻ ആൻഡ് സർചാർജ്. ചാപ്റ്റർ ഡാഷ് ഓഫ് KCS ആക്ട് 1969 ഡീൽസ് വിത്ത് ഇൻക്വയറി, ഇൻവെസ്റ്റിഗേഷൻ, ഇൻസ്പെക്ഷൻ ആൻഡ് സർചാർജ്. ഉത്തരം ചാപ്റ്റർ 8 പാർട്ട് ബി ആണ്. 8ാമത്തെ ചാപ്റ്ററിൽ പാർട്ട് ബിയിലാണ് ഇൻക്വയറി, ഇൻവെസ്റ്റിഗേഷൻ, ഇൻസ്പെക്ഷൻ, സർചാർജ്, സസ്പെൻഷൻ ഇതൊക്കെ പറയുന്നത്. സെക്ഷൻ 65 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് സെക്ഷൻ 65 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ഉത്തരം ഇൻക്വയറി ബൈ രജിസ്ട്രാർ. രജിസ്ട്രാർ നടത്തുന്ന ഇൻക്വയറി പറയുന്നത് സെക്ഷൻ 65-ലാണ്. ഇൻക്വയറി ബൈ രജിസ്ട്രാർ ഈ സെക്ഷൻ 65 ഓഫ് KCS ആക്ട് 1969. അപ്പോൾ രജിസ്ട്രാർക്ക് അല്ലെങ്കിൽ രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സൊസൈറ്റികളിൽ ഇൻക്വയറി നടത്താൻ കഴിയുന്നത് ഏത് സെക്ഷൻ അനുസരിച്ചാണെന്ന് ചോദിച്ചാൽ ഉത്തരം സെക്ഷൻ 65 ആണ്. ദ രജിസ്ട്രാർ മേ ഹോൾഡ് ആൻ ഇൻക്വയറി ഇൻ ടു ദി ഡാഷ്. ദ രജിസ്ട്രാർ മേ ഹോൾഡ് ആൻ ഇൻക്വയറി ഇൻ ടു ദി ഡാഷ്. ഉത്തരം കോൺസ്റ്റിറ്റ്യൂഷൻ, വർക്കിംഗ്, ഫിനാൻഷ്യൽ കണ്ടീഷൻ ഓഫ് ദ സൊസൈറ്റി. ദ രജിസ്ട്രാർ മേ ഹോൾഡ് ആൻ ഇൻക്വയറി ഇൻ ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ, വർക്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ കണ്ടീഷൻ ഓഫ് ദ സൊസൈറ്റി. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് രജിസ്ട്രാർ സൊസൈറ്റികളുടെ ഇൻക്വയറി നടത്തുന്നത് എന്ന് ചോദിച്ചാൽ 1 ഓൺ ഹിസ് ഓൺ മോഷൻ, അദ്ദേഹത്തിന് സ്വമേധയാ നടത്താം. 2 ഓൺ എ റിപ്പോർട്ട് ഓഫ് DCA അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 63. സെക്ഷൻ 63 പ്രകാരം അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള DCAയുടെ റിപ്പോർട്ടിന്മേൽ രജിസ്ട്രാർക്ക് ഇൻക്വയറി നടത്താം. ഓൺ ആൻ ആപ്ലിക്കേഷൻ ബൈ ദ അപ്പെക്സ് സൊസൈറ്റി ഓർ ഫിനാൻസിംഗ് ബാങ്ക് ഓഫ് വിച്ച് സച്ച് സൊസൈറ്റി കൺസേൺഡ് ഈസ് അഫിലിയേറ്റഡ് സൊസൈറ്റികളുടെ ആപ്ലിക്കേഷന്മേൽ ഇൻക്വയറി നടത്താം. അപ്പെക്സ് സൊസൈറ്റികളുടെ ആപ്ലിക്കേഷന്മേൽ നടത്താം. അതുപോലെ ഫിനാൻസിംഗ് ബാങ്കിൻ്റെ ആപ്ലിക്കേഷന്മേൽ നടത്താം. പിന്നെ പറയുന്നത് ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി
or by not less than 1/3 of the total members of the society or the number of members required for quorum for the general body meeting, whichever is less. കമ്മിറ്റിയിലെ മെജോറിറ്റി ഓഫ് മെമ്പേഴ്സിൻ്റെയോ സൊസൈറ്റിയിലെ 1/3 മെമ്പേഴ്സിൻ്റെയോ ജനറൽ ബോഡിയുടെ കോറത്തിന് ആവശ്യമായിട്ടുള്ള മെമ്പേഴ്സിൻ്റെ അത്രയോ ഏതാണോ കുറവ് അത്രയും ആൾക്കാരുടെ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ രജിസ്ട്രാർക്ക് ഇൻക്വയറി നടത്താം. അപ്പോൾ സെക്ഷൻ 65 പ്രകാരമുള്ള ഇൻക്വയറി നടത്തുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ രജിസ്ട്രാർക്ക് സ്വമേധയാ നടത്താം, DCAയുടെ റിപ്പോർട്ടിന്മേൽ ഇൻക്വയറി നടത്താം, അഫിലിയേറ്റഡ് സൊസൈറ്റീസിൻ്റെയോ ഫിനാൻസിംഗ് ബാങ്കിൻ്റെയോ അപ്പെക്സ് സൊസൈറ്റികളുടെയോ ആപ്ലിക്കേഷനിന്മേൽ ഇൻക്വയറി നടത്താം. പിന്നെ കമ്മിറ്റിയിലെ മെജോറിറ്റി മെമ്പേഴ്സിൻ്റെയോ സൊസൈറ്റിയിലെ 1/3 മെമ്പേഴ്സിൻ്റെയോ സൊസൈറ്റിയിലെ ജനറൽ ബോഡിയുടെ കോറത്തിൻ്റെ അത്ര ആൾക്കാരുടെ ഏതാണോ കുറവ് അത്രയും ആൾക്കാരുടെ ആപ്ലിക്കേഷനിന്മേലോ ഇൻക്വയറി നടത്താം. അമെൻമെൻറ്റിൽ ഒഴിവാക്കിയിട്ടുള്ളൊരു ഭാഗമുണ്ട്. വിജിലൻസ് ഓഫീസറുടെ ഇൻക്വയറി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻക്വയറി നടത്താം എന്ന് നേരത്തെ ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കിയിട്ടുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. സെക്ഷൻ 65 പ്രകാരം രജിസ്ട്രാർ നടത്തുന്ന ഇൻക്വയറിക്ക് കാരണമാകാവുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളതാണ് വിജിലൻസ് ഓഫീസറുടെ ഇൻക്വയറി റിപ്പോർട്ടിന്മേൽ നടത്താം എന്നുള്ളത്. ഹു അപ്പോയിൻറ്റ്സ് ദി ഇൻക്വയറി ഓഫീസർ? ഹു അപ്പോയിൻറ്റ് ദ ഇൻക്വയറി ഓഫീസർ? ഉത്തരം RCS ആണ് ഇൻക്വയറി ഓഫീസറെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. ഇൻക്വയറി ഓഫീസർ ഷാൽ കമ്മ്യൂണിക്കേറ്റ് ഹിസ് റിപ്പോർട്ട് ടു. ഇൻക്വയറി ഓഫീസർ ഷാൽ കമ്മ്യൂണിക്കേറ്റ് ഹിസ് റിപ്പോർട്ട് ടു. ഉത്തരം RCS. ഇൻക്വയറി ഓഫീസർ സമയാസമയം അവരുടെ റിപ്പോർട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് RCSൻ്റെ അടുത്താണ്. ദ ഇൻക്വയറി അണ്ടർ സെക്ഷൻ 65 ഷാൽ ബി കംപ്ലീറ്റഡ് വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ്. The inquiry under section 65 shall be completed within a period of dash. ഉത്തരം 4 months. സെക്ഷൻ 65 പ്രകാരമുള്ള ഇൻക്വയറി ആണെങ്കിൽ അത് 4 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. 4 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ കാരണം കാണിച്ചുകൊണ്ട് RCSന് റിക്വസ്റ്റ് കൊടുത്താൽ RCSന് ഈ ടൈം പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും. എന്നാൽ മാക്സിമം പീരീഡ് എന്ന് പറയുന്നത് 1 year ആണ്. സെക്ഷൻ 65 പ്രകാരമുള്ള ഇൻക്വയറി ഒരു കാരണവശാലും 1 വർഷത്തിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അഗ്രിഗേറ്റ് പീരീഡ് ഓഫ് ഇൻക്വയറി ഷാൽ നോട്ട് എക്സീഡ് ഡാഷ്. അഗ്രിഗേറ്റ് പീരീഡ് ഓഫ് ഇൻക്വയറി ഷാൽ നോട്ട് എക്സീഡ് ഡാഷ്. ഉത്തരം 1 year. സെക്ഷൻ 65 പ്രകാരമുള്ള ഇൻക്വയറിയുടെ അഗ്രിഗേറ്റ് പീരീഡ് എന്ന് പറയുന്നത് 1 വർഷമാണ്, 1 വർഷത്തിൽ കൂടാൻ പാടില്ല. ഈ ഇൻക്വയറി റിപ്പോർട്ട് ഫിനാൻസിംഗ് ബാങ്ക് ഉണ്ടെങ്കിൽ അവർക്കും അഫിലിയേറ്റഡ് സൊസൈറ്റീസിനും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. രജിസ്ട്രാർ മേ കമ്മ്യൂണിക്കേറ്റ് ദ റിസൾട്ട് ഓഫ് ഇൻക്വയറി ടു ദി ഫിനാൻസിംഗ് ബാങ്ക് ഇഫ് എനി, ദ സൊസൈറ്റി ടു വിച്ച് സച്ച് സൊസൈറ്റി ഈസ് അഫിലിയേറ്റഡ്, ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ എക്സെട്ര. സെക്ഷൻ 66 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത്. സെക്ഷൻ 66 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത്. ഉത്തരം സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ മേൽനോട്ടവും പരിശോധനയും പറയുന്നത് സെക്ഷൻ 66ലാണ്. ദ രജിസ്ട്രാർ ഷാൽ സൂപ്പർവൈസ് ഓർ കോസ് ടു ബി സൂപ്പർവൈസ്ഡ് ബൈ എ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ഹിം ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ ഇൻ റൈറ്റിംഗ് ഇൻ ഹിസ് ബിഹാഫ് ദ വർക്കിംഗ് ഓഫ് എവറി സൊസൈറ്റി ആസ് ഫ്രീക്വൻ്റ്ലി ആസ് ഹി മേ കൺസിഡർ നെസസറി. The supervision under this section may include inspection of the books of the society. സെക്ഷൻ 66 പ്രകാരമുള്ള സൂപ്പർവിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻസ്പെക്ഷൻ ഓഫ് ദ ബുക്സ് ഓഫ് ദ സൊസൈറ്റിയാണ്. ദ രജിസ്ട്രാർ മേ ഡാഷ് ഇൻസ്പെക്ട് ഓർ ഡയറക്റ്റ് എനി പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ഹിം ബൈ ഓർഡർ ഇൻ റൈറ്റിംഗ് ഇൻ ദിസ് ബിഹാഫ് ടു ഇൻസ്പെക്ട് ദ ബുക്സ് ഓഫ് ദ സൊസൈറ്റി. The registrar may dash inspect or direct any person authorized by him by order in writing in this behalf to inspect the books of the society. Uttaram on his own motion on the application of a creditor of a society. Section 66 പ്രകാരമുള്ള ഇൻസ്പെക്ഷൻ ആൻഡ് സൂപ്പർവിഷൻ നടത്തുന്നത് രജിസ്ട്രാർക്ക് സ്വമേധയാ നടത്താം. അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം നടത്താം, അല്ലെങ്കിൽ ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് എ ക്രെഡിറ്റർ ഓഫ് എ സൊസൈറ്റി. സൊസൈറ്റീസിൻ്റെ ക്രെഡിറ്ററുടെ ആപ്ലിക്കേഷന്മേലും സെക്ഷൻ 66 പ്രകാരമുള്ള സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ നടത്താം. അപ്പോൾ സെക്ഷൻ 66 പ്രകാരമുള്ള സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ നടത്തുന്ന ആരാണ് ചോദിച്ചാൽ രജിസ്ട്രാറോ രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്ന പേഴ്സണോ ആണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം നടത്താം. അതുപോലെ
ക്രെഡിറ്റേഴ്സിൻ്റെ ആപ്ലിക്കേഷന്മേലും ഈ സെക്ഷൻ 66 പ്രകാരമുള്ള സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ നടത്താൻ കഴിയുന്നതാണ്. റിപ്പോർട്ട് ഓഫ് ദ ഇൻസ്പെക്ഷൻ ആസ് പെർ സെക്ഷൻ 66 ഷാൽ ബി കമ്മ്യൂണിക്കേറ്റഡ് ഇൻ റൈറ്റിംഗ് ടു ദ അപ്പെക്സ്, സെൻട്രൽ ആൻഡ് ഫെഡറൽ സൊസൈറ്റീസ് ആൻഡ് ഓൾ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കൺസേൺഡ് വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ്. The report of inspection as per section 66 shall be communicated in writing to the apex, central and federal societies and all primary cooperative societies concerned within a period of dash. ഉത്തരം 30 days. സെക്ഷൻ 66 പ്രകാരമുള്ള ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് അപ്പെക്സ് സൊസൈറ്റീസിന് അല്ലെങ്കിൽ സെൻട്രൽ സൊസൈറ്റീസിന് അല്ലെങ്കിൽ ഫെഡറൽ സൊസൈറ്റീസിന് ഓൾ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിനുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് 30 ദിവസത്തിനുള്ളിലാണ്. ആ ഒരു ഇൻസ്പെക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിലാണ് റിപ്പോർട്ട് ഈ സൊസൈറ്റികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഡാഷ് ഓഫ് ദ സൊസൈറ്റി കൺസേൺഡ് ഷാൽ ഫയൽ എ പാരാവൈസ് സാറ്റിസ്ഫാക്ടറി കംപ്ലയൻസ് റിപ്പോർട്ട് ബിഫോർ ദ രജിസ്ട്രാർ വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് from the date of such a communication of the report of inspection as per section 66. Dash of the society concerned shall file a para-wise satisfactory compliance report before the registrar within a period of dash from the date of such a communication of the report of inspection as per section 66. ഉത്തരം ചീഫ് എക്സിക്യൂട്ടീവ് 45 days. 30 ദിവസത്തിനുള്ളിൽ ഇൻസ്പെക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ കൺസേൺ സൊസൈറ്റികൾക്ക് ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ആ റിപ്പോർട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ പാരാവൈസ് സാറ്റിസ്ഫാക്ടറി കംപ്ലയൻസ് റിപ്പോർട്ട് രജിസ്ട്രാറുടെ മുമ്പാകെ സബ്മിറ്റ് ചെയ്യേണ്ടത് ചീഫ് എക്സിക്യൂട്ടീവാണ്. അത് വിത്തിൻ 45 days ആണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റി കൺസേൺഡ് ഷാൽ ഫയൽ എ പാരാവൈസ് സാറ്റിസ്ഫാക്ടറി കംപ്ലയൻസ് റിപ്പോർട്ട് ബിഫോർ ദ രജിസ്ട്രാർ വിത്തിൻ എ പീരീഡ് ഓഫ് 45 days from the date of such a communication of the report of inspection as per section 66. സെക്ഷൻ 66 അനുസരിച്ച് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞ് 45 ദിവസത്തിനുള്ളിൽ പാരാവൈസ് സാറ്റിസ്ഫാക്ടറി കംപ്ലയൻസ് റിപ്പോർട്ട് ചീഫ് എക്സിക്യൂട്ടീവ് രജിസ്ട്രാറുടെ മുമ്പാകെ സബ്മിറ്റ് ചെയ്യണം. സെക്ഷൻ 66A ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് സെക്ഷൻ 66A ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ഉത്തരം പവേഴ്സ് ഓഫ് ദ രജിസ്ട്രാർ ടു ഗീവ് ഡയറക്ഷൻസ്. പവേഴ്സ് ഓഫ് ദ രജിസ്ട്രാർ ടു ഗീവ് ഡയറക്ഷൻസ്, നിർദ്ദേശങ്ങൾ നൽകുന്നതിനുള്ള RCSൻ്റെ അധികാരം പറയുന്നത് സെക്ഷൻ 66A. രജിസ്ട്രാർ ഹാസ് ദ പവർ ടു ഇഷ്യൂ ജനറൽ ഡയറക്ഷൻസ് ആൻഡ് ഗൈഡ്ലൈൻസ് ടു എനി ഓർ ഓൾ ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോർ ഇംപ്ലിമെൻറ്റിംഗ് ഗവൺമെൻറ് പോളിസീസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ മെമ്പേഴ്സ് ആൻഡ് ദ ജനറൽ പബ്ലിക്. സംഘത്തിലെ അംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമായിട്ടുള്ള ഗവൺമെൻറ് പോളിസീസ് നടപ്പിലാക്കുന്നതിന് സൊസൈറ്റിക്ക് നിർദ്ദേശങ്ങൾ നൽകാനുള്ള അധികാരം രജിസ്ട്രാർക്കുണ്ട്. ഇത് സെക്ഷൻ 66A പറയുന്നത്. സെക്ഷൻ 66A ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് പവേഴ്സ് ഓഫ് ദ രജിസ്ട്രാർ ടു ഗീവ് ഡയറക്ഷൻസ്. സെക്ഷൻ 66B ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് സെക്ഷൻ 66B ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ഉത്തരം സസ്പെൻഷൻ ഓഫ് ഓഫീസേഴ്സ്, ജീവനക്കാരുടെ സസ്പെൻഷൻ. സെക്ഷൻ 66B ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് സസ്പെൻഷൻ ഓഫ് ഓഫീസേഴ്സ്. സെക്ഷൻ 66C ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് സെക്ഷൻ 66C ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ഉത്തരം സബ്മിഷൻ ഓഫ് റിട്ടേൺസ് ടു ദ രജിസ്ട്രാർ. രജിസ്ട്രാറുടെ മുമ്പാകെ സമർപ്പിക്കേണ്ട റിട്ടേൺസ് അത് പറയുന്നത് സെക്ഷൻ 66C. എവരി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ഫയൽ റിട്ടേൺസ് ബിഫോർ ദ രജിസ്ട്രാർ വിത്തിൻ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. എവരി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ഫയൽ റിട്ടേൺസ് ബിഫോർ ദ രജിസ്ട്രാർ വിത്തിൻ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. ഉത്തരം 6 months. ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ എല്ലാ സഹകരണ സംഘങ്ങളും രജിസ്ട്രാറുടെ മുമ്പാകെ പറഞ്ഞിരിക്കുന്ന റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യണം. സെക്ഷൻ 66C ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് സബ്മിഷൻ ഓഫ് റിട്ടേൺസ് ടു ദ രജിസ്ട്രാർ. നമ്മൾ ചാപ്റ്റർ 4 റൂൾ 33 പഠിച്ചിട്ടുണ്ടായിരുന്നു. റൂൾ 33 പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് റിട്ടേൺസ് ടു ബി ഫർണിഷ്ഡ് ബൈ ദ സൊസൈറ്റീസ്. അതായത് രജിസ്ട്രാറുടെ മുമ്പാകെ സംഘങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് റിട്ടേൺസ്. ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് 6 മാസത്തിനുള്ളിലാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യേണ്ടത്.
ആനുവൽ റിപ്പോർട്ട്സ്, ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സ്, അതായത് R&D, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കണം. ബൈലോ അമെൻമെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. അതിൻ്റെ കൂടെ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട്, ജനറൽ ബോഡിയും മാനേജിംഗ് കമ്മിറ്റിയും അപ്രൂവ് ചെയ്തിട്ടുള്ള റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് കൂടി സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. റൂൾ 33(1)(b)(b)യിൽ പറയുന്നുണ്ട്, ചീഫ് എക്സിക്യൂട്ടീവ് സാക്ഷ്യപ്പെടുത്തിയ ക്വാർട്ടർലി റിട്ടേൺസ് കൂടി സബ്മിറ്റ് ചെയ്യണം. അത് ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് നടത്തുന്ന സംഘങ്ങൾ, അതായത് സഹകരണ സംഘങ്ങൾ, വായ്പ കൊടുക്കുന്ന സഹകരണ സംഘങ്ങളാണെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് സാക്ഷ്യപ്പെടുത്തിയ ക്വാർട്ടർലി റിട്ടേൺസ് കൂടി സബ്മിറ്റ് ചെയ്യണം. ഇതെല്ലാം നമ്മൾ റൂൾ 33 പറയുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. Every cooperative society shall submit quarterly returns on the credit activities duly certified by the dash of the cooperative society. Every cooperative society shall submit quarterly returns on the credit activities duly certified by the dash of the cooperative society. ഉത്തരം ചീഫ് എക്സിക്യൂട്ടീവ്. വായ്പ കൊടുക്കുന്ന സഹകരണ സംഘങ്ങൾ ചീഫ് എക്സിക്യൂട്ടീവ് സാക്ഷ്യപ്പെടുത്തിയ ക്വാർട്ടർലി റിട്ടേൺസ് കൂടി രജിസ്ട്രാറുടെ മുമ്പാകെ സബ്മിറ്റ് ചെയ്യണം. Every cooperative society shall submit quarterly returns on the credit activities duly certified by the chief executive of the cooperative society. ഇങ്ങനെ സബ്മിറ്റ് ചെയ്യുന്ന ക്വാർട്ടർലി റിട്ടേൺസ് ഒക്കെ റിവ്യൂ ചെയ്യുന്നത് RCS ആണ്. RCSൻ്റെ മുമ്പാകെയാണ് ഈ റിട്ടേൺസ് ഒക്കെ സമർപ്പിക്കേണ്ടത്. Every cooperative society shall submit quarterly returns on the credit activities as per section dash of KCS Act 1969. Every cooperative society shall submit quarterly returns on the credit activities as per section dash of KCS Act 1969. ഉത്തരം സെക്ഷൻ 66C. 66C പ്രകാരമാണ് എല്ലാ സഹകരണ സംഘങ്ങളും ക്വാർട്ടർലി റിട്ടേൺസ്, വായ്പ കൊടുക്കുന്ന സംഘങ്ങൾ ക്വാർട്ടർലി റിട്ടേൺസ് രജിസ്ട്രാറിന് മുമ്പാകെ സബ്മിറ്റ് ചെയ്യുന്നത് KCS ആക്ടിൻ്റെ സെക്ഷൻ 66C അനുസരിച്ചാണ്. If any society fails to submit the quarterly returns on time, registrar shall have the power to impose fine not exceeding dash rupees based on the classification and category of the society. If any society fails to submit the quarterly returns on time, registrar shall have the power to impose fine not exceeding dash rupees based on the classification and category of the society. ഉത്തരം 10,000. 10,000 രൂപയിൽ കൂടാത്ത ഫൈൻ ഈടാക്കും. ഈ ക്വാർട്ടർലി റിട്ടേൺസ് ഓൺ ടൈമിൽ കൃത്യസമയത്ത് സമർപ്പിച്ചില്ല എങ്കിൽ ഓരോ സൊസൈറ്റികളുടെയും ക്ലാസിഫിക്കേഷൻ ആൻഡ് കാറ്റഗറി അനുസരിച്ച് ഫൈൻ വരും. അത് മാക്സിമം ഫൈൻ എന്ന് പറയുന്നത് 10,000 ആണ്, നോട്ട് എക്സീഡിങ് 10,000. If any society fails to submit the quarterly returns on time, registrar shall have the power to impose fine not exceeding 10,000 rupees based on the classification and category of the society. റൂൾ 33(3)(a)യിൽ ഈ ഫൈൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് അപ്പൻഡിക്സ് 3യിൽ പറഞ്ഞിരിക്കുന്ന ഫിനാൻഷ്യൽ പൊസിഷൻ അനുസരിച്ച് സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ക്ലാസ് 1 സൊസൈറ്റികൾക്കാണ് 10,000 രൂപ ഫൈൻ വരുന്നത്. ക്ലാസ് 2 and 3 സൊസൈറ്റികളാണെങ്കിൽ 8,000 രൂപയും 4 and 5 സൊസൈറ്റികൾക്ക് 6,000 രൂപയും മറ്റ് സൊസൈറ്റികൾക്ക് 5,000 രൂപയുമാണ് ഈ ക്വാർട്ടർലി റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയാൽ വരുന്ന ഫൈൻ എന്ന് പറയുന്നത്. നോട്ട് എക്സീഡിങ് 10,000. അപ്പം മാക്സിമം 10,000 ആണ് ഫൈൻ വരുന്നത്. ക്ലാസ് 1 സൊസൈറ്റികൾക്ക് 10,000, 2 and 3 സൊസൈറ്റികൾക്ക് 8,000, 4 and 5 സൊസൈറ്റികൾക്ക് 6,000, മറ്റ് സൊസൈറ്റികൾക്ക് 5,000. സെക്ഷൻ 67 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് സെക്ഷൻ 67 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ഉത്തരം കോസ്റ്റ് ഓഫ് ഇൻക്വയറി ഓർ ഇൻസ്പെക്ഷൻ. സെക്ഷൻ 65 പ്രകാരമുള്ള ഇൻക്വയറി, അതുപോലെ സെക്ഷൻ 66 പ്രകാരമുള്ള ഇൻസ്പെക്ഷൻ, ഇതിൻ്റെയൊക്കെ ചെലവ് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് RCS ആണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ 67 പറയുന്നത്. കോസ്റ്റ് ഓഫ് ഇൻക്വയറി ഓർ ഇൻസ്പെക്ഷൻ. ദ രജിസ്ട്രാർ മേ ബൈ ഓർഡർ apportion the cost or such portion of the cost as may be deemed fit between the society and the members who demanding the inquiry or inspection as the cost of inquiry held under section 65 or inspection under section 66. Section 68 of KCS Act deals with section 68 of KCS Act deals with ഉത്തരം സർചാർജ്. സർചാർജുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 68. സംഘത്തിനുള്ള നഷ്ടം
തിരിച്ചു പിടിക്കൽ അല്ലെങ്കിൽ ഫൈൻ ഈടാക്കുന്നതാണ് സെക്ഷൻ 68 സർചാർജ് എന്ന് പറയുന്നത്. സർചാർജ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് രജിസ്ട്രാറാണ്. സർചാർജ് ഓർഡർ ഈസ് ഇഷ്യൂഡ് ബൈ ഉത്തരം ദ രജിസ്ട്രാർ. സർചാർജ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് രജിസ്ട്രാറാണ്. സംഘത്തിനുണ്ടായിട്ടുള്ള നഷ്ടം, ആരാണോ ആ നഷ്ടം വരുത്തിയത് അവരിൽ നിന്ന് ആ നഷ്ടം തിരിച്ചു പിടിക്കൽ അല്ലെങ്കിൽ ഫൈൻ ഈടാക്കൽ, അതാണ് സർചാർജ് എന്ന് പറയുന്നത്. സർചാർജ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് രജിസ്ട്രാറാണ്. വേർ ദ മണി, പ്രോപ്പർട്ടി, ഇൻട്രസ്റ്റ്, കോസ്റ്റ് ഓർ കോമ്പൻസേഷൻ ഈസ് നോട്ട് റീപെയ്ഡ് ഓർ റീസ്റ്റോർഡ് ആസ് പെർ സർചാർജ് ഓർഡർ വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ്, the registrar shall take urgent steps to recover such amounts from the concerned persons. Where the money, property, interest, cost or compensation is not repaid or restored as per surcharge order within a period of dash, the registrar shall take urgent steps to recover such amounts from the concerned persons. ഉത്തരം 60 days. സർചാർജ് ഓർഡർ ഒരാൾക്കെതിരെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ആ നഷ്ടം കൊടുക്കേണ്ടത്, ഫൈൻ അടയ്ക്കേണ്ടത് 60 ദിവസത്തിനുള്ളിലാണ്. അങ്ങനെ സ്പെസിഫൈഡ് ടൈമിനുള്ളിൽ 60 ദിവസത്തിനുള്ളിൽ ഫൈൻ അടച്ചില്ലെങ്കിൽ രജിസ്ട്രാർ ആ കൺസേൺ പേഴ്സണിൽ നിന്ന് അത് ഈടാക്കാനുള്ള തുടർ നടപടികൾ സ്വീകരിക്കും. വേർ ദ മണി, പ്രോപ്പർട്ടി, ഇൻട്രസ്റ്റ്, കോസ്റ്റ് ഓർ കോമ്പൻസേഷൻ ഈസ് നോട്ട് റീപെയ്ഡ് ഓർ റീസ്റ്റോർഡ് ആസ് പെർ സർചാർജ് ഓർഡർ വിത്തിൻ എ പീരീഡ് ഓഫ് 60 days, the registrar shall take urgent steps to recover such amounts from the concerned person. ആരാണോ നഷ്ടം വരുത്തിയത് അവർ സർചാർജ് ഓർഡർ കിട്ടിക്കഴിഞ്ഞ് 60 ദിവസത്തിനുള്ളിൽ ആ നഷ്ടം തിരിച്ചു കൊടുക്കണം, സംഘത്തിന് തിരിച്ചു കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ രജിസ്ട്രാർ തുടർ നടപടികൾ സ്വീകരിക്കും. പീരീഡ് ഓഫ് സർചാർജ് ഓർഡർ ഉത്തരം 3 years. സർചാർജ് ഓർഡറിൻ്റെ കാലാവധി 3 വർഷമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സർചാർജിന് വിധേയനാക്കപ്പെട്ട് പുറത്തായ ഒരു മെമ്പറാണെങ്കിൽ അയാൾക്ക് 3 വർഷം കഴിഞ്ഞ് മാത്രമേ വീണ്ടും മെമ്പറാവാൻ കഴിയുകയുള്ളൂ. സർചാർജ് ഓർഡറിൻ്റെ കാലാവധി 3 വർഷമാണ്. അപ്പോൾ സെക്ഷൻ 68 പറയുന്നത് സർചാർജ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് രജിസ്ട്രാറാണ്. സംഘത്തിന് ഏതെങ്കിലും രീതിയിൽ നഷ്ടം വരുത്തിയിട്ടുള്ള ഒരു വ്യക്തിക്കെതിരെ രജിസ്ട്രാർ സർചാർജ് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ 60 ദിവസത്തിനുള്ളിൽ ആ വ്യക്തി സംഘത്തിന് വരുത്തിയ നഷ്ടം തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ രജിസ്ട്രാർ തുടർ നടപടികൾ സ്വീകരിക്കും. സർചാർജ് ഓർഡറിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. സെക്ഷൻ 68A ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ഉത്തരം വിജിലൻസ് ഓഫീസർ. വിജിലൻസ് ഓഫീസറെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 68A. വിജിലൻസ് ഓഫീസറെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. വിജിലൻസ് ഓഫീസർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ഉത്തരം ഗവൺമെൻറ്. KCS ആക്ടിൻ്റെ സെക്ഷൻ 68A അനുസരിച്ചാണ് ഗവൺമെൻറ് വിജിലൻസ് ഓഫീസറെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. ക്വാളിഫിക്കേഷൻ ഓഫ് വിജിലൻസ് ഓഫീസർ ഉത്തരം നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് DIG ഓഫ് പോലീസ്. വിജിലൻസ് ഓഫീസറെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. വിജിലൻസ് ഓഫീസറുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് DIG ഓഫ് പോലീസ് ആ റാങ്കിൽ കുറയാത്ത ആളായിരിക്കണം. നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് DIG ഓഫ് പോലീസ്. വിജിലൻസ് ഓഫീസർ ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഡാഷ്. ഉത്തരം രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. വിജിലൻസ് ഓഫീസറെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. എന്നാൽ RCSൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലാണ്. RCS റെഫർ ചെയ്ത് കൊടുക്കുന്ന കേസുകളാണ് വിജിലൻസ് ഓഫീസർ അന്വേഷിക്കുന്നത്. വേർ ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് വിജിലൻസ് ഓഫീസർ? ഉത്തരം രജിസ്ട്രാർ ഓഫീസ്. രജിസ്ട്രാറുടെ ഓഫീസാണ് വിജിലൻസ് ഓഫീസറുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. വിജിലൻസ് ഓഫീസർ ഷാൽ ഓർഡിനറിലി ബി കംപ്ലീറ്റഡ് ഇൻക്വയറി ഓർ ഇൻവെസ്റ്റിഗേഷൻ വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ്. വിജിലൻസ് ഓഫീസർ shall ordinarily be completed inquiry or investigation within a period of dash. ഉത്തരം 3 months. വിജിലൻസ് ഓഫീസർ ഇൻക്വയറി അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത് നോർമലി 3 months 3 മാസത്തിനുള്ളിലാണ്. രജിസ്ട്രാർക്ക് വേണമെങ്കിൽ 3 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും. മാക്സിമം പീരീഡ് 6 മാസമാണ്. അപ്പോൾ സെക്ഷൻ 68 പ്രകാരമുള്ള ഇൻക്വയറി ആണെന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ 3 മാസത്തിനുള്ളിൽ നോർമലി കംപ്ലീറ്റ് ചെയ്യണം, മാക്സിമം 6 മാസം. എന്നാൽ സെക്ഷൻ 65 പ്രകാരമുള്ള ഇൻക്വയറി ആണെങ്കിൽ
നോർമലി 4 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. മാക്സിമം 1 ഇയർ ആണ്. അപ്പോൾ സെക്ഷൻ ഇവിടെ ശ്രദ്ധിക്കണം. ഇൻക്വയറി എന്ന് കാണുമ്പോൾ സെക്ഷനാണ് ശ്രദ്ധിക്കേണ്ടത്. സെക്ഷൻ 68A പ്രകാരം അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട വിജിലൻസ് ഓഫീസർ ഇൻക്വയറി അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത് 3 മാസത്തിനുള്ളിലാണ്. നോർമലി 3 മാസത്തിനുള്ളിലാണ്. ചാപ്റ്റർ 8 ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചാപ്റ്റർ 8-ന് 2 ഭാഗങ്ങളുണ്ട്. പാർട്ട് എയിൽ ഓഡിറ്റും പാർട്ട് ബിയിൽ ഇൻക്വയറി, ഇൻസ്പെക്ഷൻ, സസ്പെൻഷൻ, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സർചാർജും. പാർട്ട് എ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് 2 സെക്ഷൻസാണ് വരുന്നത്, 63ഉം 64ഉം. പാർട്ട് ബി ഇൻക്വയറി, ഇൻസ്പെക്ഷനും ഒക്കെയായി ബന്ധപ്പെട്ട് 68A വരെ, 65 മുതൽ 68A വരെയുള്ള സെക്ഷൻസാണ് അവിടെ വരുന്നത്. ഇനി റൂളുകൾ നോക്കാം. റൂൾ 64 ഓഫ് KCS റൂൾസ് ഡീൽസ് വിത്ത്. റൂൾ 64 ഓഫ് KCS റൂൾസ് ഡീൽസ് വിത്ത്. ഉത്തരം ഓഡിറ്റ്. ഓഡിറ്റുമായി ബന്ധപ്പെട്ട റൂളാണ് റൂൾ 64. ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റർ ഈസ് ഡീൽസ് വിത്ത് റൂൾ. ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റർ ഈസ് ഡീൽസ് വിത്ത് റൂൾ. ഉത്തരം റൂൾ 64A. റൂൾ 64Aയിലാണ് ഓഡിറ്ററുടെ ക്വാളിഫിക്കേഷൻ പറയുന്നത്. DCയുടെ ഒക്കെ ക്വാളിഫിക്കേഷൻ പറയുന്നത് റൂൾ 64Aയിലാണ്. റൂൾ 64B ഓഫ് KCS റൂൾസ് ഡീൽസ് വിത്ത്. റൂൾ 64B ഓഫ് KCS റൂൾസ് ഡീൽസ് വിത്ത്. ഉത്തരം ഓഡിറ്റ് റിപ്പോർട്ട്. 64A ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്ററാണ്. റൂൾ 64B ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 64B. റൂൾ 65 ഓഫ് KCS റൂൾസ് ഡീൽസ് വിത്ത്. റൂൾ 65 ഓഫ് KCS റൂൾസ് ഡീൽസ് വിത്ത്. ഉത്തരം ലെവി ഓഫ് ഓഡിറ്റ് ഫീസ്. ഓഡിറ്റ് ഫീസിനെ കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 65. അപ്പോൾ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് 2 റൂളുകളാണ് മെയിനായിട്ടും, 64ഉം 65ഉം. 64 ഓഡിറ്റ്, 64A ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റർ, 64B ഓഡിറ്റ് റിപ്പോർട്ട്, 65 ലെവി ഓഫ് ഓഡിറ്റ് ഫീസ്. ഇനി ഇൻക്വയറി, ഇൻസ്പെക്ഷൻ, ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട റൂളുകൾ നോക്കാം. റൂൾ 66ഉം 66Aയുമാണ് ഈ ഭാഗത്ത് വരുന്നത്. റൂൾ 66 ഓഫ് KCS റൂൾസ് ഡീൽസ് വിത്ത്. റൂൾ 66 ഓഫ് KCS റൂൾസ് ഡീൽസ് വിത്ത്. ഉത്തരം പ്രൊസീജിയർ ഫോർ ദ കണ്ടക്ട് ഓഫ് ഇൻക്വയറി ആൻഡ് ഇൻസ്പെക്ഷൻ. സെക്ഷൻ 65 പ്രകാരമുള്ള ഇൻക്വയറിയും സെക്ഷൻ 66 പ്രകാരമുള്ള ഇൻസ്പെക്ഷൻ്റെയും പ്രൊസീജിയർ പറയുന്നത് റൂൾ 66ലാണ്. അപ്പോൾ റൂൾ 66 പറയുന്നത് പ്രൊസീജിയർ ഫോർ ദ കണ്ടക്ട് ഓഫ് ഇൻക്വയറി ആൻഡ് ഇൻസ്പെക്ഷൻ. എ കോപ്പി ഓഫ് എവരി ഓർഡർ authorizing inquiry under section 65 or inspection under section 66 shall be issued to the dash of the society concerned by registered post with acknowledgement due. A copy of every order authorizing inquiry under section 65 or inspection under section 66 shall be issued to the dash of the society concerned by registered post with acknowledgement due. ഉത്തരം പ്രസിഡന്റ് ഓർ സെക്രട്ടറി. 65 പ്രകാരമുള്ള ഇൻക്വയറിയോ സെക്ഷൻ 66 പ്രകാരമുള്ള ഇൻസ്പെക്ഷനോ നടത്തുന്നുണ്ടെങ്കിൽ അത് ആ ഒരു സൊസൈറ്റിയെ അറിയിക്കേണ്ടത് പ്രസിഡൻറ്റിനോ സെക്രട്ടറിക്കോ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി അറിയിക്കണം വിത്ത് അക്നോളജ്മെൻറ്റ് ഡ്യൂ. ദ കോപ്പി ഓഫ് എവരി ഓർഡർ authorizing inquiry under section 65 or inspection under section 66 shall be issued to the president or secretary of the society concerned by registered post with acknowledgement due. As per rule 66 sub-rule 7(1), the inquiry report shall be submitted within a period of dash. As per rule 66 sub-rule 7(1), the inquiry report shall be submitted within a period of dash. ഉത്തരം 3 months. സെക്ഷൻ 68A പ്രകാരമുള്ള ഇൻക്വയറി 3 മാസത്തിനുള്ളിലാണ് നോർമലി കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ സെക്ഷൻ പറയുമ്പോൾ പഠിച്ചു. അതുതന്നെയാണ് റൂൾ 66(7)(1) പറയുന്നത്. റൂൾ 66(7)(1) പ്രകാരമുള്ള ഇൻക്വയറി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് 3 മാസത്തിനുള്ളിലാണ്. ആസ് പെർ റൂൾ 66(7)(1), the inquiry report shall be submitted within a period of 3 months. Within dash from the date of receipt of inquiry report, registrar shall give the person or persons concerned an opportunity of being heard before issuing an order for surcharge. Within dash from the date of receipt of inquiry report,
രജിസ്ട്രാർ ഷാൽ ഗീവ് ദ പേഴ്സൺ ഓർ പേഴ്സൺസ് കൺസേൺഡ് ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹിയർഡ് ബിഫോർ ഇഷ്യൂയിങ് ആൻ ഓർഡർ ഫോർ സർചാർജ്. ഉത്തരം 1 month. ഇൻക്വയറി റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു തെറ്റ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇൻക്വയറി റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞ് 1 മാസ സമയം, ഈ സർചാർജ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപ് 1 മാസത്തെ സമയം ഇവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു ടൈം കൊടുക്കും. അതായത് 1 മാസ സമയമാണ് കൊടുക്കുന്നത്. അതാണ് പറയുന്നത് വിത്തിൻ 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് ഇൻക്വയറി റിപ്പോർട്ട് രജിസ്ട്രാർ ഷാൽ ഗീവ് ദ പേഴ്സൺ ഓർ പേഴ്സൺസ് കൺസേൺ ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹിയർഡ് ബിഫോർ ഇഷ്യൂയിങ് ആൻ ഓർഡർ ഫോർ സർചാർജ്. റൂൾ 66 അനുസരിച്ചാണ് രജിസ്ട്രാർ സർചാർജ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. സർചാർജ് ഓർഡർ എങ്ങനെ ഇഷ്യൂ ചെയ്യണമെന്ന് ചോദിച്ചാൽ ബൈ രജിസ്റ്റേർഡ് പോസ്റ്റ് വിത്ത് അക്നോളജ്മെൻറ്റ് ഡ്യൂ. റൂൾ 66 അനുസരിച്ചാണ് രജിസ്ട്രാർ സർചാർജ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. സർചാർജ് ഓർഡർ അയക്കുന്നത് ബൈ രജിസ്റ്റേർഡ് പോസ്റ്റ് വിത്ത് അക്നോളജ്മെൻറ്റ് ഡ്യൂ ആയിട്ടായിരിക്കണം. റൂൾ 66A ഓഫ് KCS റൂൾസ് ഡീൽസ് വിത്ത് റൂൾ 66A ഓഫ് KCS റൂൾസ് ഡീൽസ് വിത്ത് ഉത്തരം വിജിലൻസ് ഓഫീസർ. വിജിലൻസ് ഓഫീസറെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 68A ആണ് റൂൾ 66A. സെക്ഷൻ 68Aയിലും റൂൾ 66Aയിലുമാണ് വിജിലൻസ് ഓഫീസറെ കുറിച്ച് പറയുന്നത്. വിജിലൻസ് ഓഫീസറെ നിയമിക്കുന്നത് ഗവൺമെൻറ്റാണ്. രജിസ്ട്രാർ റെഫർ ചെയ്ത് കൊടുക്കുന്ന കേസുകളാണ് വിജിലൻസ് ഓഫീസർ അന്വേഷിക്കുന്നത്. അതായത് വിജിലൻസ് ഓഫീസർ രജിസ്ട്രാറുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലാണ്. രജിസ്ട്രാറുടെ ഓഫീസ് തന്നെയാണ് വിജിലൻസ് ഓഫീസറുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പോൾ വിജിലൻസ് ഓഫീസറെ കുറിച്ച് പറയുന്ന റൂൾ 66A ആണ്, സെക്ഷൻ 68A. KCS ആക്ടിൻ്റെ 8ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.